വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ രാവിലെ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് മേക്കപ്പ് ബെഡാണ്. സ്കിൻ കെയറിൽ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് അത് നമ്മുടെ കൈ വാഷ് ചെയ്തതിന് ശേഷം മാത്രം നമ്മുടെ സ്കിന്നിൽ എന്ത് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മുടെ മുഖത്ത് അത് വെച്ച് കുരുക്കളും കാര്യങ്ങളൊക്കെ വരാനൊക്കെ ചാൻസ് ഉണ്ട്. പിന്നെ ഫസ്റ്റ് ഞാൻ ചെയ്യുന്നത് ഐസ് ക്യൂബ് വെച്ചിട്ടുള്ളതാണ്. നിങ്ങൾക്കിപ്പോൾ 1 മിനിറ്റൊക്കെ വേണമെങ്കിൽ ബേസണിൽ വെള്ളം എടുത്തിട്ട് നമ്മുടെ ഫേസ് മുക്കി വയ്ക്കുന്നതാണ്. 1 മിനിറ്റ് അത്ര. ഞാൻ ഐസ് ക്യൂബാണ് എടുക്കുക. ഐസ് ക്യൂബ് വെച്ചിട്ട് റബ്ബ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ഐസ് എടുത്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഇത് ഇങ്ങനെ ചെയ്തെടുക്കാനാണ് ഇത്. രാവിലെ എന്തെങ്കിലും പാക്കും കാര്യങ്ങളൊക്കെ ഇടണമെന്നുള്ളതാണെങ്കിൽ ഇടാം. ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ കുളിക്കാൻ പോകുന്നതിന് മുമ്പ് ഇട്ട് കൊടുക്കും. എന്നാലും പപ്പായോ അങ്ങനെയൊക്കെ ഉണ്ട്. ഇത് ചെയ്തതിന് ശേഷം നമ്മൾ തുടയ്ക്കാതിരിക്കുക. തനിയാണെന്നുണ്ടെങ്കിൽ സ്കിന്നിന് ഏറ്റവും നല്ലത് നമ്മൾ വെച്ച് തുടയ്ക്കാൻ നിൽക്കില്ല. അതുകൊണ്ട് മുഖം വാഷ് ചെയ്തിട്ടാണെങ്കിലും ഇങ്ങനെ ആക്കിയത് മേലോട്ട് ആക്കണം. ചീക്സും കാര്യങ്ങളൊക്കെ വേണ്ടാണെങ്കിൽ മേലോട്ട് ആക്കി കൊടുക്കാം. ഈ ഒരു എക്സസൈസ് കണ്ടിന്യൂ ചെയ്യാം. ഇപ്പോൾ ചീക്സ് അങ്ങനെ വേണ്ടതാണെങ്കിൽ രാവിലെ എഴുതിയ ശേഷം നോക്കട്ടെ. ഓക്കെ, അത് നമുക്ക് വാഷ് ചെയ്തതിന് ശേഷം ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ടോണർ അപ്ലൈ ചെയ്യാം നമ്മുടെ ഫേസിൽ. പിന്നെ അതിനൊരു മോയ്സ്ചറൈസർ, ഒരു സൺസ്ക്രീൻ. ഇതാണ് ടോണറാണ് ചെയ്യുന്നത്. ഇതിൽ ഉണങ്ങാനായിട്ട് ഇത് ഉണങ്ങിയതിന് ശേഷം നമുക്ക് മാമാർത്തിൻ്റെ ഒരു മോയ്സ്ചറൈസർ വരുന്നത് തീർന്നു. ക്രീം ഇടുമ്പോഴും ഇങ്ങനെ ആക്കുക. സൺസ്ക്രീൻ ലാക്മിയുടെ സൺസ്ക്രീനാണ്. ഞാൻ ഇപ്പം കുറച്ച് എടുക്കുന്നുള്ളൂ. ഇത് ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ടായതുകൊണ്ട്. രാവിലത്തെ സ്കിൻ കെയർ ഇത്രയേ ഉള്ളൂ. പിന്നെ അതിൻ്റെ ഇടയ്ക്കാണ് പിന്നെ വൈകുന്നേരങ്ങളിലാണ് പാക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇട്ടെടുക്കുന്നത്. പിന്നെ നൈറ്റ് അങ്ങനെയാണ്. സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ബ്രേക്ക്ഫാസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണ്. അപ്പം സൺഡേസിൽ ഞാൻ ഓട്സ് എന്ന് പറയുന്നത് എനിക്ക് ഞാൻ വെയിറ്റ് ഗെയിൻ ചെയ്യാൻ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഓട്സ് എന്ന് പറയുന്നത്. അല്ലാത്ത ദിവസങ്ങളിലൊക്കെ ദോശ, ഇഡ്ഡലി അങ്ങനെ കഴിക്കും. സൺഡേസിൽ ഞാൻ രാവിലെ ഓട്സ് കുടിക്കുകയാണ് ചെയ്യുന്നത്. ഇതിൽ ഞാനിപ്പോൾ ഓട്സിനോട് കുറച്ച് ബൂസ്റ്റാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ട് കഴിക്കാവുന്നതാണ്. പിന്നെ ഞാൻ ഫേസ് പാക്കിന് വേണ്ടിയുള്ള കപ്പയ്ക്കാണ് എടുത്ത് ചെയ്യാൻ പോകുന്നത്. ഇത് ഞാൻ ഇങ്ങനെ സ്ലൈസ് ആക്കിയിട്ട് അന്നൊരു വീഡിയോ പറഞ്ഞ പോലെ ഐസ് ക്യൂബ് കണക്കാക്കുക. എന്നിട്ട് വേണ്ടപ്പോൾ എടുത്ത് ഒന്നി നൈറ്റോ അല്ലെങ്കിൽ മോർണിംഗിലോ എടുത്ത് അത് തേക്കാറാണ് പതിവ്. അതിന് വേണ്ടിയിട്ട് ഐസ് ക്യൂബ് കണക്കാക്കി വയ്ക്കാറാണ് ചെയ്യുന്നത്. ഹെയർ കെയറിന് വേണ്ടി ഞാൻ മെയിനായിട്ട് എടുക്കുന്നത് നമ്മുടെ ചെമ്പരത്തിയാണ്. ചെമ്പരത്തിയുടെ ഇലയും പൂവൊക്കെയാണ് എടുക്കാറ്. അപ്പോൾ വീക്ക്ലി ടോയ്സാണ് ഞാനിത് ഉണ്ടാക്കി തേക്കാറുള്ളത്. അപ്പം ഞാനിവിടെ ചെമ്പരത്തിയുടെ ഇലയും പൂവും പിന്നെ കറ്റാർവാഴയാണ് എടുത്തേക്കുന്നത്. ഇത് ഞാൻ താളിയായിട്ടാണ് തേക്കാറ്. ഇത് മൂന്നും കൂടെ അരച്ചിട്ട് നല്ലൊരു പാക്കണക്ക് ഇട്ട് കൊടുക്കും. ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്ത് എണ്ണ കാച്ചുന്നവരുണ്ട്. പക്ഷെ ഞാനിപ്പം താളിയാണ്. ഇത് ഞാൻ ഷാമ്പു അങ്ങനെ യൂസ് ചെയ്യാറില്ല. അപ്പം താളിയാണ് ഞാൻ തേക്കാറ്. ഇപ്പം ഉള്ള മുടി നല്ലപോലെ കിടക്കണം, ആ ഒരു ഇതാണ് എനിക്ക്. അല്ല തോന്നി വേണം അങ്ങനെ ഒരു ഇതില്ല. അപ്പം ഞാൻ ഇതാണ് ചെയ്ത് കൊടുക്കാറ്. നമ്മൾ ഷാമ്പു ഇട്ട ആ ഒരു സെയിം ഫീലായിരിക്കും.
അപ്പോൾ കുളിക്കുന്നതിന് ഒരു 10-15 മിനിറ്റ് മുമ്പ് ഇത് തേച്ചിട്ടൊന്ന് വെക്കുക, തലയൊന്ന് പിടിക്കാൻ വേണ്ടി. എന്നിട്ട് കുളിക്കുമ്പോൾ നന്നായിട്ടും കഴുകി കളഞ്ഞാൽ മതി. നമ്മുടെ തലയിലുള്ള അഴുക്കും കാര്യങ്ങളും എല്ലാം പോകുന്നതായിരിക്കും. ഷാമ്പു തേക്കുമ്പോൾ എങ്ങനെ കിട്ടുന്ന ആ കറക്റ്റ് എഫക്റ്റ് തന്നെ ആയിരിക്കും ഇത്. പുറത്ത് നല്ല മഴയായിരുന്നു വൈകുന്നേരം ആയപ്പോഴും. അപ്പോൾ താളിയൊക്കെ തേച്ച് കുളിയൊക്കെ കഴിഞ്ഞു. ഞാൻ മുടി കെട്ടി വെച്ചേക്കാണ്. അപ്പം ഇത് ഷാമ്പു ഇട്ട ആ ഒരു ഫീലാണ് നമുക്ക് ഈ താളി തേച്ച് കഴിഞ്ഞാൽ ഉണ്ടാവുന്നത്. നല്ല മുടി നല്ല ഉണങ്ങി നല്ല അത് സെയിം ഫീലാണ്. പിന്നെ വീക്ക്ലി ടോയ്സാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പം ഇതാണ് എൻ്റെ സൺഡേയിലുള്ള ഹെയർ കെയർ. താളി അങ്ങനെയൊക്കെ തേച്ച് കൊടുക്കാവുന്നതാണ്. പിന്നെ നൈറ്റിൽ മുടി നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം ചീകി ഞാൻ മുകളിൽ ഇതുപോലെ കെട്ടി വെക്കാറുണ്ട് രാത്രിയിൽ. അപ്പോൾ ഇതാണ് എൻ്റെ ഹെയർ കെയർ വീഡിയോ എന്ന് പറയുന്നത്. പിന്നെ നൈറ്റിൽ ഞാൻ മോയ്സ്ചറൈസറൊക്കെയാണ് യൂസ് ചെയ്യാറ്. മോയ്സ്ചറൈസറൊക്കെ തേച്ച് കിടക്കാറാണ് ചെയ്യാറ്. നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടും നമുക്ക്. അപ്പോൾ നൈറ്റിലെ സ്കിൻ കെയർ ഇത്രയേ ഉള്ളൂ. നമ്മൾ മുഖത്തിൽ വല്ല മേക്കപ്പ് കാര്യങ്ങളും കൊണ്ട് എല്ലാം റിമൂവ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും പാക്ക് ഇടാനുണ്ടെങ്കിൽ ദിവസം നമ്മൾ ഇടുന്ന എന്തെങ്കിലും പാക്ക് ഉണ്ടെങ്കിൽ അതിടുക. അതിനുശേഷം മോയ്സ്ചറൈസർ ഇടുക. പിന്നെ അണ്ടർ ഐ ക്രീം വല്ല യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ ഇട്ടിട്ട് ഉറങ്ങാം. അത്രയേ ഉള്ളൂ നൈറ്റിൽ എൻ്റെ സ്കിൻ കെയർ റൂട്ടീൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും